കഥാവിന്റെ ഇനി വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി മുത്തശ്ശിയുടെ വീട്ടിലെത്തി. അവിടെ എല്ലാവരായിട്ടും കമ്പനി ആയെങ്കിലും അവിടെ കൂടുതലായിട്ടുള്ളത് നമ്മുടെ ശ്രുതിയുടെ മോനും അമ്മയും തന്നെയാണ്. ശ്രുതിയുടെ മോനും അമ്മയെന്ന് അറിയാതെ തന്നെ രേവതി ആ കുഞ്ഞുമായിട്ട് നന്നായി അടുക്കുന്നുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി ജീവൻ കളയാൻ വരെ രേവതി തയ്യാറാവുന്നുണ്ട്. രണ്ടുപേരും കളിക്കുന്നതിന്റെ ഇടയിലാണ് ബോള് വീണും കഴിഞ്ഞിട്ട് രേവതി കിണറ്റിൽ വീഴുകയും രേവതി വീണെന്നുള്ള കാര്യം കുഞ്ഞ് ചെന്നും കഴിഞ്ഞിട്ട് സച്ചിനെ അറിയുകയും സച്ചി രേവതിനെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. എന്തായാലും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് തന്നെ രേവതി സ്വയം ജീവൻ നഷ്ടപ്പെടുത്താൻ വരെയും തയ്യാറായത്. എന്തായാലും മുത്തശ്ശി വന്നു കഴിഞ്ഞിട്ട് രേവതിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. കളിച്ചും കഴിഞ്ഞിട്ട് വീണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് രേവതിയുടെ മുടിയൊക്കെ ഇനി തുടച്ചു കൊടുക്കുന്നത്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, കണ്ടടാ വെള്ളത്തിൽ അവൾ വീണിട്ട് രക്ഷിച്ചത് ഞാനാണ്, പക്ഷെ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്, സാഡ് ജീവിതം എന്നൊക്കെ പറയുമ്പോ അതെന്താന്ന് വെച്ചുമ്പോ അതൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞ കുട്ടി നല്ല ഇംഗ്ലീഷൊക്കെയാണ് പറയുന്നത്. എന്തായാലും രേവതിയും സച്ചിയും ശ്രുതിയുടെ മോനുമായിട്ട് ഒരുപാട് അടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ ശ്രുതി അമ്മനെയും മോനെയും കൂടി ബ്യൂട്ടി പാർലറിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണമാണ്, കത്തെടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്മ വരരുതെന്ന് പറയുന്നേ, നിങ്ങൾ ഉണ്ടായാൽ എനിക്ക് ടെൻഷൻ ആകും, ഈ വിവാഹത്തിൽ എനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിന്നെ എനിക്ക് ഈ അമ്മ ഒരുപാട് കണ്ണീരോടെ തന്നെയാണ് ചോദിക്കുന്നുണ്ട്, നിന്നെ വിവാഹ വേഷത്തിൽ എനിക്കൊന്ന് കാണണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്തിനാ കാണുന്നത്, ഒരിക്കൽ കണ്ടതല്ലേ, അതിനുള്ള ഫലമല്ലേ ഇപ്പൊ കാണുന്നത്, ഇനി നിങ്ങൾ കാണാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് ശ്രുതി ക്രൂരമായി പറയുമ്പോൾ അമ്മ കരയാണ് ചെയ്യുന്നത്. എന്തായാലും അമ്മനെ മാറ്റി നിർത്തിയാണ് ശ്രുതി കല്യാണത്തിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്നേഹിക്കുന്നത് സ്വന്തം മോനാണെന്നുള്ള കാര്യം ശ്രുതി ശരിക്കും മറക്കണ്. ആ കുഞ്ഞിനോട് പോലും ശരിക്കും ശ്രുതിക്ക് താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിന്റെ പേര് നമ്മുടെ ചന്ദ്രയുടെ പേര് ഇട്ടേക്കുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരാണ് എനിക്ക് പണം തന്ന് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്, അതുകൊണ്ട് എനിക്ക് അവരുടെ പേരിട്ടേ പറ്റൂ എന്നൊക്കെ പറയുമ്പോഴും ആ അമ്മയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. എന്തായാലും ശ്രുതി സ്വന്തം ജീവിതം തെരഞ്ഞെടുത്ത് അമ്മേനെയും മോനെയും മാറ്റി നിർത്തുന്ന കാര്യം ആ അമ്മ വേദനയോടെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.